ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഉള്ളിയൊന്നും വഴറ്റി സമയം കളയാതെ സിമ്പിളായിട്ടൊരു മുട്ടക്കറി തയ്യാറാക്കാം. ഇതിനായി ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കടുകും കൂടി പൊട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം 3 സവാള ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 5-6 അല്ലി, ഒരു വലിയ തക്കാളി എന്നിവ മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചതച്ചെടുത്തതോ പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. മുളക് പൊടിയും പച്ചമുളകും ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എണ്ണ ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് എല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുക്കറിൽ നമ്മൾ വിസിലടിപ്പിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം, പിന്നെ ചാറിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് വെന്ത് വരുമ്പോൾ കറക്റ്റ് പാകത്തിനുള്ള ചാറായിരിക്കും. കറക്റ്റ് 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ 3 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് 1 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. കറിവേപ്പില, മല്ലിയില എന്നിവ ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. ലോ ഫ്ലെയിമിലിട്ട് 2 വിസിൽ വരുന്നിടം വരെ ഇതിനിയൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. 2 വിസിലടിച്ച് ചൂടാറിയതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു പരുവത്തിലുള്ള ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് നല്ല വഴറ്റുന്നതിനേക്കാളും നന്നായിട്ട് സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. മുട്ട കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ആ ഗ്രേവിയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പരഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ഞാൻ മുട്ട ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഗ്രേവിയൊക്കെ ആ മുട്ടയായിട്ട് പിടിച്ച് കിട്ടിക്കോളും. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള മുട്ടക്കറിയാണിത്. കുക്കറിൽ 2 വിസിൽ വരുമ്പം തന്നെ നമ്മളുടെ കറി അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ റെഡിയായി കിട്ടും. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുക്കിംഗ് അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഈ മുട്ടക്കറി വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ തന്നെ ഈ മുട്ടക്കറി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക.